നീലയമരിയൊന്നും ഇല്ലാതെ വെറും ഒറ്റ പാക്ക് കൊണ്ട് നമുക്ക് എങ്ങനെ മുടി കറുപ്പിക്കാന്നുള്ള ഒരു വീഡിയോ ആണ്. ഒരുപാട് ഹെയർ ഡേകൾ പരീക്ഷിച്ച് റിസൾട്ട് കിട്ടാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. എത്ര നരച്ച മുടിയും ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കറുപ്പിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ പാക്കാണ്. അതുമാത്രമല്ല ഒറ്റ പാക്ക് കൊണ്ടാണ് കേട്ടോ നമ്മൾ മുടി കറുപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും നല്ല കറുപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എത്ര നല്ല നാച്ചുറൽ ഹെയർ ഡേ പാക്ക് ആയിരിക്കുന്നില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. ഈ നാച്ചുറൽ ഹെയർ ഡേ ഉണ്ടാക്കാൻ നമുക്ക് അധിക സാധനങ്ങളൊന്നും വേണ്ട. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് നെല്ലിക്കയാണ്. അതും ഉണക്ക നെല്ലിക്ക തന്നെ വേണം. പച്ച നെല്ലിക്ക വെച്ചിട്ടല്ല നമ്മൾ ഈ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിത് വീട്ടിൽ തന്നെ ഉണക്കിയെടുത്താണ്. അപ്പം നിങ്ങൾക്ക് വീട്ടിൽ ഉണക്കിയ നെല്ലിക്ക ഇല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. ഇപ്പം പിന്നെ എത്ര ഹെയർ ഡേകൾ അലർജി ഉള്ളവർക്കാണെങ്കിലും ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഒരു അലർജി ഉണ്ടാവില്ല കേട്ടോ. പിന്നെ കുറച്ച് നര കാണുമ്പോൾ തന്നെ നിങ്ങൾ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള മുടി മുഴുവനായും തന്നെ നരച്ചിട്ടുണ്ടാവും. അത് മാത്രമല്ല പല അലർജി പ്രശ്നങ്ങളും വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾക്ക് കഴുത്തിലായാലും നെറ്റിയിലായാലും ചിലവർക്ക് ചൊറിച്ചിലുണ്ടാവുന്നുണ്ട്, അല്ലാത്തവർക്ക് മുഖത്ത് കറുപ്പ് കളർ ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറൽ ഹെയർ ഡേ ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഈ ഹെയർ ഡേ കുറച്ച് നാൾ വരെ നമ്മൾ മുടിയിൽ നിൽക്കുന്നതാണ്, പെട്ടെന്ന് തന്നെ പോകുന്നതല്ല കേട്ടോ. നമ്മൾ 1 മിനിറ്റ് കൊണ്ട് കറുപ്പിക്കുന്ന ഹെയർ ഡേകളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതൊന്നും അധിക സമയം നിൽക്കില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇപ്പം ഞാനിതാ ഹെയർ ഡേ ഉണ്ടാക്കാൻ വേണ്ടി തലേ ദിവസം തന്നെ നെല്ലിക്ക ഇവിടെ കുതിർത്ത് വെച്ചിരുന്നു. നല്ല ചൂട് വെള്ളത്തിലായിരുന്നു കേട്ടോ കുതിർത്ത് വെച്ചത്. എന്നാലേ നമുക്ക് പിറ്റേ ദിവസം ആകുമ്പോൾ നന്നായി തന്നെ ഇത് സോക്കായി കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളത്തിൽ കുതിർത്തത്. ഇനി പിറ്റേ ദിവസം നമ്മൾ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഈ നെല്ലിക്ക മുഴുവനായി തന്നെ ഉണക്കിയെടുത്തതാണ്. നല്ല നാടൻ നെല്ലിക്കയാണ് ഞാനിത് ഉണക്കിയെടുത്തത്. അതാണ് കേട്ടോ ഏറ്റവും നല്ലത്. നാടൻ നെല്ലിക്ക കിട്ടുന്നില്ലെങ്കിൽ മാത്രം മറ്റ് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടല്ലോ ആ നെല്ലിക്ക വെച്ചും ഇതുപോലെ ഉണക്കിയെടുക്കാം. ഇപ്പം ഞാനിത് കുരുവൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കുതിർത്ത വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് രണ്ടാമത് മിക്സ് ചെയ്യുമ്പോൾ ആവശ്യമുണ്ട്. നമ്മൾ ഇതിലേക്ക് ടീ ഡിക്കോഷനൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ടത് കറ്റാർവാഴയാണ്. കറ്റാർവാഴ തലേ ദിവസം തന്നെ മുറിച്ച് വെച്ചാൽ അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും. കറ പോയതിന് ശേഷം മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ മുടിക്ക് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് കറ്റാർവാഴ നിർബന്ധമില്ല കേട്ടോ. ഇത് കറ്റാർവാഴ ചേർത്ത് നമ്മൾ അരച്ചെടുത്താൽ നല്ല സ്മൂത്തായി തന്നെ നമുക്ക് അരഞ്ഞ് കിട്ടും. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇതിൻ്റെ സൈഡിലുള്ള മുള്ള് മാറ്റി ഞാൻ അതേപോലെ തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ സ്കിന്ന് മാറ്റി നടുവിലത്തെ ജെല്ല് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഇത് കണ്ടോ നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേണം, കാരണം നമ്മൾ ഇതിലേക്കാണ് ഹെന്ന പൗഡർ മിക്സ് ചെയ്യുന്നുള്ളത്. അപ്പം അധികം സ്മൂത്തായി അരഞ്ഞില്ലെങ്കിൽ നമ്മൾക്കത് മുടിയിൽ അപ്ലൈ ചെയ്യുമ്പം കളറ് പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഹെന്ന പൗഡറോടും കൂടി നന്നായി യോജിച്ച് വേണം നമ്മൾക്കിത് കിട്ടാൻ. അപ്പോൾ ഞാനിതാ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 2 പ്രാവശ്യത്തേക്ക് വേണ്ടിയുള്ള പാക്കാണ് എടുക്കുന്നുള്ളത്. അതുകൊണ്ടാണ് ഇത്രയധികം ഹെന്ന പൗഡർ എടുത്തിട്ടുള്ളത്. ഒരു പ്രാവശ്യം നമ്മൾക്കത് ഉപയോഗിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും കുറച്ചും കൂടി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ചെറിയ മുടി വരുന്നതിനനുസരിച്ച് നമുക്ക് നര കണ്ടു തുടങ്ങും. അപ്പോൾ അവിടെ മാത്രം ഒന്ന് അപ്ലൈ ചെയ്യാനാണ് വീണ്ടും പാക്ക് ഇടാൻ പറയുന്നത്. അല്ലാതെ നമ്മൾ ഈ ചെയ്തത് നമുക്ക് നര വരില്ല കേട്ടോ. നമ്മൾ മുടി പുതിയതായി കിളിർത്ത് വരുമ്പം അത് നര കാണുന്നതാണ്. അപ്പം കുറച്ച് മാത്രം ചെയ്താൽ മതി. അപ്പം മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഫുള്ളായി മുടിയിൽ അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള സമയത്ത് നമ്മൾ നര വരുന്ന ഭാഗത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാനിത് പാക്ക് തലയിലിടുന്നത്. അപ്പോൾ ഒരു ദിവസം കഴിയുമ്പോൾ ഇത് നന്നായി തന്നെ നല്ല കറുപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആദ്യം മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടതാണല്ലോ, നല്ല കറുപ്പുണ്ടായിരുന്നു. എന്നാലും നമ്മളിത് ഒരു ദിവസം മാറ്റി വെക്കുമ്പോൾ കൂടുതൽ കറുപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മുടെ മുടി കറുപ്പ് ഉണ്ടാവാൻ മാത്രമല്ല കേട്ടോ, നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പം തലേ ദിവസം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സിൽക്കി ഹെയർ ആയിട്ടുണ്ടാവും നമ്മളെ മുടി. അപ്പം ഞാൻ കാണിച്ചു തരാം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടും ആദ്യമുള്ളതും കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ 2 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിത് ഹെന്ന പാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹെന്ന പൗഡർ തന്നെ വേണം, എന്നാൽ മാത്രമേ നമ്മൾക്ക് നല്ല കളർ കിട്ടുള്ളൂ മുടിക്ക്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ ഹെന്ന പാക്ക് നല്ല ബ്രാൻഡഡ് നോക്കി തന്നെ വാങ്ങിക്കണം. അത് മാത്രമല്ല അതിൻ്റെ ഡേറ്റും ഒക്കെ നോക്കി തന്നെ നമ്മൾ വാങ്ങിക്കണം. നല്ല ആയുർവേദ ഷോപ്പിലൊക്കെ നല്ല ഹെന്ന പൗഡർ കിട്ടുന്നുണ്ട്, ചിലവർ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് 2 പ്രാവശ്യം ഇടേണ്ട ഹെന്ന പാക്ക് ഞാനിത് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മാസത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ മുടിയിൽ മുഴുവനായി തന്നെ ഇട്ട് കൊടുക്കാറുള്ളൂ. അല്ലാതിരിക്കുമ്പോൾ നര വരുന്ന ഭാഗത്ത് നമ്മൾ ഇട്ട് കൊടുത്താൽ മതി.
ഈ ഒരു പ്രാവശ്യം ഇടുമ്പോൾ നമ്മളെ മുടി നന്നായി തന്നെ വളരുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയാണ് ഈ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മുടിയിൽ മൊത്തമായിട്ട് ഇടണം എന്ന് പറയുന്നത്. പിന്നെ ഇതാ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മുടിയിലേക്ക് പെട്ടെന്ന് തന്നെ ഈ കളറ് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ 2 മണിക്കൂറൊക്കെ മുടിയിൽ വെച്ചാൽ നല്ല കളർ കിട്ടുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് നീരിറക്കമൊക്കെ ഉണ്ടെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് കഴുകിക്കളയാം. അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്നും കൂടി ഇട്ടാൽ മതി. അപ്പോൾ അത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. ഒരുപാട് കാലമൊന്നും സൂക്ഷിച്ച് വെക്കരുത്. ഇത് 2 പ്രാവശ്യം ഇടാനുള്ളത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ മുടിയിൽ ഇത്രയാണ് നരയുള്ളത്. ഇതിലേക്കാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നുള്ളത്. അപ്പം 2 ആഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ തലേ ദിവസം ഷാമ്പു വാഷ് ചെയ്ത മുടിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. അത് മാത്രമല്ല പിന്നെ നമ്മൾ ഹെന്ന പാക്കൊക്കെ ഇടുമ്പോൾ ഓരോ പ്രാവശ്യം ഓരോന്ന് പരീക്ഷിക്കുന്നത് നല്ലതാണ്. നമുക്ക് സ്ഥിരം ഒന്ന് തന്നെ പരീക്ഷിച്ചാൽ നമുക്ക് അത്ര നല്ല റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് ഏതാണോ നമ്മൾ മുടിക്ക് ചേരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോന്നും മാറി മാറി പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ അതാ ഞാൻ പാക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പാക്ക് ഇടുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായി തന്നെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. വെറുതെ ഇങ്ങനെ മുടിയിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, നന്നായി തന്നെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് സമയം എടുത്ത് വേണം ഇത് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ. ആരെങ്കിലും ഒരാൾ ഇട്ട് തരാനുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മുഴുവനായി ഇട്ട് കഴിഞ്ഞ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതാ ഞാൻ മുഴുവനായും തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ 2 മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ കുളി കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് നിങ്ങളെ കാണിച്ചത്. ഇപ്പോൾ നന്നായി തന്നെ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പം നമ്മളെ മുടിയിൽ അത്ര നന്നായി പിടിച്ച് നമുക്ക് തോന്നില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര തോന്നില്ല. പക്ഷേ ഒരു ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക മുടിക്ക്. അത് കഴിഞ്ഞുള്ള റിസൾട്ട് കൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ മുടിയിൽ നരയൊന്നും കാണുന്നില്ല, പക്ഷെ എന്നാൽ അത്ര നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് കളറൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് 2 ദിവസം പിടിക്കട്ടെ നമ്മൾ ഹെന്ന മുടിയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടി. ഈ 2 ദിവസം നമ്മൾ ഷാമ്പു വാഷ് ചെയ്യരുത്. പക്ഷേ ഇത് മുടി ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മുടി നല്ല കറുപ്പ് കളർ ഉണ്ടാവും. ഞാൻ ഉണങ്ങിയതിന് ശേഷമില്ല നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ ഇതത് കണ്ടോ, നല്ല സിൽക്കി ഹെയർ ആയിട്ടുണ്ട്. കറ്റാർവാഴ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഒരു മുട്ട വെള്ളം കൂടി ചേർത്താൽ മതി. എന്നാലും ഇതുപോലെയുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.